പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അത് ഹാക്ക് ചെയ്യപ്പെട്ടു. അത് ഇന്നലെ ഏതാണ്ട് ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഏതോ വിദേശത്തു നിന്നുള്ള ഒരു ഫോട്ടോ ആണ് അതിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ അനിതര സാധാരണമായിട്ട് എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളോ വന്നാൽ ഒരു പക്ഷേ അത് പൂർണ്ണമായിട്ട് ഞങ്ങളെ അറിവോട് സമ്മതത്തോടു കൂടിയല്ല, അത് ഹാക്കർമാർ കയ്യിൽ അടക്കിയിട്ടുണ്ട്. ഞങ്ങളത് നിരീക്ഷിക്കുകയാണ്. ഇന്ന് സിറ്റി സൈബർ പോലീസിന് ഞങ്ങളത് പരാതി നൽകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അദ്ദേഹം വിളിച്ചിരുന്നു. ആ പരാതി MDയും ചെയർമാനും അടക്കമുള്ള ആളുകൾ വന്നിട്ട് ആ പരാതി അല്പസമയത്തിനും കൊടുക്കും. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുവരെ കൊടുത്ത വാർത്തയിൽ ഇന്നലെ നൈറ്റിലുള്ള വാർത്തയൊന്നും ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് കോഴിക്കോട് വിഷൻ, അതിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ട്. ആ കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏതായാലും 1-2 ദിവസത്തിനകം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറപ്പിക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മളൊരു കോഴിക്കോട് കേരളത്തിൻ്റെ ഒരു ഭാഗം, കേരള വിഷൻ്റെ ഒരു ഭാഗം ഈ ഒരു ചാനലിന് ഒരു ഹാക്ക് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ അപ്പം നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ളൊരു സംഘം ഹാക്ക് ചെയ്തിരുന്നു. ഹാക്കർമാർ ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ, ഹാക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് 101K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു നമ്മളെ ആ പേജിൽ. ഹാക്കർമാർ അതിന് വില പേശ ചെയ്യാം, ഞങ്ങൾക്ക് ഇത്ര പണം തന്നാൽ ഞങ്ങളെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഒരു ഇൻ്റർനെറ്റിൻ്റെ ഇരുണ്ട ലോകത്തെ ഒരു ഡാർക്ക് സൈഡാണിത്. ഇൻ്റർനെറ്റ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നതിൽ പോലും ഇതിൻ്റെ ഇരുണ്ട സൈഡാണ്. ഇതിൽ കള്ളക്കച്ചവടം നടത്തുന്ന ആളുകൾ ഇങ്ങനെ ആളുകളുടെ വലിയ സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ട് അത് വില പേശിയിട്ട് ഡാർക്ക് സൈറ്റിൽ വിൽക്കാൻ വെക്കുന്ന ആളുകൾ, അതിന് പ്രതിഫലം വാങ്ങിയിട്ട് അല്ലെങ്കിൽ അതിന് ഗുണ്ടാപ്പിരിവ് പോലെ നടത്തിയിട്ട് അതിന് തിരിച്ചു കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൂടി ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കോഴിക്കോട് വിഷൻ എന്ന ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മണിയോട് കൂടിയിട്ട്. അപ്പം ഇന്ന് പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ ടെക്നിക്കൽ വിങ്ങും. ഒപ്പം തന്നെ പോലീസ് പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഞങ്ങൾ അതിൻ്റെ പരാതി അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കും. ഏതായാലും വരും ദിവസങ്ങൾ കോഴിക്കോട് വിഷൻ എന്ന ഞങ്ങളുടെ നിലവിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആ പേജ് തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.